ഒരു പൊരിഞ്ഞ പോരാട്ടം കാണാൻ നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നേരത്തെ മനസ്സിലായി. ഇവിടെ ഈ പോത്തുവല്ലിയിലുള്ള ഞാൻ പോത്തുവല്ലിയിൽ ആദ്യമായിട്ടല്ല, പക്ഷെ ഇവിടെ വന്ന് ഈ അങ്ങാടി മൈതാനമൊക്കെ കണ്ടപ്പം ഞാൻ അന്തം വിട്ടുപോയി. പണ്ട് ഞാൻ ഇവിടെ വരുമ്പം വെറും കാട് മാത്രമാണ്, നാടില്ല, ആളില്ല, റോഡില്ല, ഒന്നുമില്ല. പക്ഷെ അതെല്ലാം ഈ രീതിയിൽ വെട്ടിത്തെളിച്ച് ദുബായിലൊക്കെ പോയ ഒരവസ്ഥ പോലെ ഇങ്ങനെ ഈ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി കോട്ടക്കലുള്ള എന്റെ സുഹൃത്ത് അലവിയും പിന്നെ നിങ്ങളുടെ നാട്ടുകാരെ ഉബൈദിനെ കൂടി ക്ഷണിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ പോത്തുകല്ലെന്ന് കേട്ടപ്പോഴേ ഞാൻ അവരോട് കഥ പറഞ്ഞു. പണ്ട് ഞാനിവിടെ മരളക്കാൻ വന്നിട്ടുണ്ട്, ഈ നാട് ഏകദേശം വെളുപ്പിച്ചതിൽ എനിക്കൊരു പങ്കുണ്ട്. അന്ന കാലത്ത് ഇതൊരു 63-64 കാലഘട്ടത്തിലാണ്. ഏതായാലും ഈ രാജ്യത്ത് വന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ ഫുട്ബോൾ കളി കാണാനും അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എത്ര ആവേശത്തോടു കൂടിയാണ് നിങ്ങളിത് കാണാനിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സമയം വൈകിയതുകൊണ്ട് ഇനി ഒരു പ്രസംഗം കേട്ടിട്ട് ആവശ്യമില്ല. സിനിമയിൽ തന്നെ എന്നെ സഹിച്ച നിങ്ങളോട് എങ്ങനെ നന്ദി പറയുന്നത് ഫുട്ബോളിന്റെ പറയുന്ന ഒരു പ്രസംഗം കൂടി നടത്തിയിട്ട് ഞാൻ നിങ്ങളെ കൂടുതൽ വെറുപ്പിക്കുന്നില്ല. നാളെ എന്റെ സിനിമ കാണേണ്ട ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ടൂർണമെന്റിന് എല്ലാ ഭാഗങ്ങളും സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിനും എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.